ഇറാന്റെ വ്യോമസേന പൂർണ്ണമായും തകർക്കപ്പെട്ടു എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുന്ന വാർത്തകളെ ശക്തമായ ഭാഷയിൽ തള്ളിക്കൊണ്ട് ഇറാൻ ഔദ്യോഗിക പ്രസ്താവന പുറപ്പെടുവിപ്പിച്ചിരിക്കുകയാണ്. നിലവിലെ യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഇറാന്റെ സൈനിക ശേഷിയെക്കുറിച്ച് പുറത്തുവരുന്ന നെഗറ്റീവ് റിപ്പോർട്ടുകൾ വെറും പ്രചാരണങ്ങൾ മാത്രമാണെന്നും തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോഴും പൂർണ്ണ പ്രവർത്തനക്ഷമമാണെന്നും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ശത്രു രാജ്യങ്ങൾ പടച്ചുവിടുന്ന തെറ്റായ വിവരങ്ങൾക്കെതിരെ തങ്ങളുടെ യഥാർത്ഥ കരുത്ത് തെളിയിക്കാനാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടം ശ്രമിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച പാകിസ്ഥാൻ കരസേനാ മേധാവി നടത്തിയ ടെഹ്റാൻ സന്ദർശനത്തെ ഇതിനുദാഹരണമായി ഇറാൻ ഉയർത്തിക്കാട്ടുന്നുണ്ട്. അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഈ സന്ദർശന വേളയിൽ പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തിന്റെ വിമാനങ്ങൾക്ക് ഇറാനിയൻ വ്യോമാതിർത്തിയിൽ പ്രത്യേക സുരക്ഷാ അകമ്പടി ആവശ്യമില്ലെന്ന് ഇറാൻ അധികൃതർ അറിയിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ ഇത്തരം ഉയർന്ന ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ വിദേശ രാജ്യങ്ങളുടെ വിമാനങ്ങൾക്ക് സുരക്ഷാ പിന്തുണ നൽകുന്നത് പതിവാണെങ്കിലും ഇറാന്റെ വ്യോമസേനയ്ക്ക് അതിനുള്ള ശേഷി ഇപ്പോഴുമുണ്ടെന്ന് ബോധ്യപ്പെടുത്താനാണ് അവർ ഈ തീരുമാനമെടുത്തത്. തങ്ങളുടെ സ്വന്തം യുദ്ധവിമാനങ്ങൾ വലിയ തോതിൽ അണിനിരത്തിക്കൊണ്ടാണ് പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തെ ഇറാൻ സ്വീകരിച്ചത്. വ്യോമാതിർത്തിയിൽ തങ്ങൾക്കുള്ള പൂർണ്ണ നിയന്ത്രണവും ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാനുള്ള സന്നദ്ധതയും ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദിയായി ഇറാൻ ഈ സന്ദർശനത്തെ മാറ്റി. തങ്ങളുടെ റഡാർ സംവിധാനങ്ങളും വിമാനങ്ങളും തകർന്നു എന്ന വാദങ്ങൾ അപ്രസക്തമാണെന്ന് കാണിക്കാൻ ഈ നീക്കം അവരെ സഹായിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് ഭാഗികമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാമെന്നാണ്. എന്നാൽ ഇത് വ്യോമസേനയുടെ സമ്പൂർണ്ണ തകർച്ചയായി വ്യാഖ്യാനിക്കുന്നത് ശരിയല്ലെന്നാണ് ഇറാൻ വാദിക്കുന്നത്. യുദ്ധമുഖത്ത് ഇത്തരം ചെറിയ ആഘാതങ്ങൾ സ്വാഭാവികമാണെന്നും എന്നാൽ അത് തങ്ങളുടെ പ്രത്യാക്രമണ ശേഷിയെ ബാധിച്ചിട്ടില്ലെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ആകാശത്ത് തങ്ങൾക്കുള്ള ആധിപത്യം തകർക്കാൻ ആർക്കും സാധിച്ചിട്ടില്ലെന്ന ആത്മവിശ്വാസമാണ് ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്. മേഖലയിൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു പ്രസ്താവനയിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നത് തങ്ങളുടെ സൈന്യത്തിന്റെ ആത്മവീര്യം ഉയർത്തുക എന്നതാണ്. പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ സന്ദർശന വേളയിലെ വിമാന വിന്യാസം ഒരു സൈനിക പ്രദർശനം എന്ന നിലയിൽ കൂടി അവർ ഉപയോഗിച്ചു. ഇറാന്റെ പ്രതിരോധം ദുർബലമാണെന്ന് കരുതുന്ന ശത്രുക്കൾക്ക് ഇതൊരു വലിയ മുന്നറിയിപ്പാണെന്നും ആധുനിക യുദ്ധവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഇപ്പോഴും സുരക്ഷിതമാണെന്നും ഇറാൻ ആവർത്തിക്കുന്നുണ്ട്. ഈ സംഭവ വികാസങ്ങൾ മിഡിൽ ഈസ്റ്റിലെ സൈനിക സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം. ഇറാന്റെ വ്യോമസേന സജീവമാണെന്ന വാർത്തകൾ അയൽ രാജ്യങ്ങളും ആഗോള ശക്തികളും അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. തങ്ങളുടെ വ്യോമ പ്രതിരോധ വലയങ്ങൾ ഭേദിക്കാൻ ആർക്കും കഴിയില്ലെന്നും ഏത് ആക്രമണത്തെയും ആകാശത്ത് വെച്ച് തന്നെ പ്രതിരോധിക്കാൻ തക്കവണ്ണം തങ്ങൾ സജ്ജമാണെന്നും പ്രഖ്യാപിക്കുന്നതിലൂടെ മേഖലയിലെ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആധുനികമായ പ്രതിരോധ തന്ത്രങ്ങളുമായി മുന്നോട്ടു പോകാനാണ് ഇറാന്റെ തീരുമാനം.